ഹലോ ഗെയ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുത്താലോ. രാവിലെ തന്നെ ഒരു 6:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത്. പെട്ടെന്ന് തന്നെ ഇഡലിയൊക്കെ ഉണ്ടാക്കി വെച്ചേ. ലിയമോൾ എഴുന്നേൽക്കുന്നതിന് മുമ്പേ എൻ്റെ ഓൾമോസ്റ്റ് പണിയെല്ലാം എനിക്ക് തീർക്കണം കേട്ടോ, അല്ലേ അവൾ സമ്മതിക്കത്തില്ല. അപ്പോൾ ആദ്യത്തെ തട്ട് ഞാൻ വെച്ചത് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതൊക്കെ എടുത്ത് മാറ്റുകയാണ്. ചില ദിവസങ്ങളിൽ അവൾ 7 മണി 7:15 അങ്ങനെയൊക്കെയാവും. ചില ദിവസം ഇത് പറഞ്ഞ പോലെ 6:45 എഴുന്നേറ്റ് വരും കേട്ടോ. എന്തായാലും അവൾ എഴുന്നേൽക്കുന്നപ്പോഴത്തേക്ക് എൻ്റെ കംപ്ലീറ്റ് ജോലികൾ ഒതുക്കി വെക്കണം. അങ്ങനെ ഞാൻ അടുത്ത തട്ടും കൂടെ അങ്ങോട്ട് എടുത്ത് വെക്കുക കേട്ടോ. ഞങ്ങൾക്ക് ഏകദേശം ഒരു 15 ഇഡലിയൊക്കെ മതി, ഒരു 5-5 വെച്ചൊക്കെ കഴിക്കാൻ വേണ്ടി. അപ്പോൾ അത്ര 2 തട്ടും പിന്നെ മൂന്നാമതൊരു തട്ടും കൂടെ ചുട്ടാൽ മതി കേട്ടോ. കഴിഞ്ഞ് ഇഡലിക്ക് കൂട്ടാൻ വേണ്ടി പയറ് കറിയുണ്ട്. അതുകൂടാണ്ട് ഞാൻ സാമ്പാറും കൂടെ വെക്കുന്നുണ്ട്. വേണ്ടതനുസരിച്ച് എല്ലാവരും കൂട്ടിക്കോട്ടെ എന്ന് കരുതിയാണ്. സാമ്പാർ ഞാൻ ഉച്ചക്കത്തേനും കൂടെ കൂട്ടി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് പച്ചക്കറി ഞാൻ സാമ്പാറിലെടുക്കുന്നത്. കറമൂസ അപ്പുറം അയ്യത്ത് ഉണ്ടായതാണ്, പറമ്പിലുണ്ടായതെന്നാണ് പറയുക ഞങ്ങൾ. അയ്യത്ത് എന്ന് വെച്ചാൽ പറമ്പിൽ. ഓക്കെ, അപ്പോൾ ഞാൻ കഷ്ണങ്ങളെല്ലാം മുറിച്ചിട്ട് പരിപ്പും പിന്നെ മഞ്ഞൾ, മുളക് പൊടി അങ്ങനെയൊക്കെ ആക്കി സാമ്പാറങ്ങ് അടുപ്പത്തോട്ട് വെച്ച് അത് കഴിഞ്ഞ് നേരെ മീൻ മുറിച്ചു. മീനിന് മീൻ മസാല, മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾ ഇതൊക്കെ പെരക്കി കുറച്ച് നേരത്തേക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി. അപ്പോൾ കഴിക്കാൻ നോക്കുമ്പോൾ എളുപ്പമാണല്ലോ, കഴിക്കാൻ നോക്കുമ്പോൾ ചൂടോടെ കഴിക്കുകയും ചെയ്യാം. ഫ്രിഡ്ജിലിരുന്ന് ഒന്ന് മസാലയെല്ലാം പിടിച്ച് വരും. അപ്പോഴും ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി അതൊക്കെ പേസ്റ്റ് അതുകൂടെ ചേർക്കും കേട്ടോ പൊരിക്കാൻ നോക്കുമ്പോൾ. അപ്പം ഞാൻ രാവിലത്തെ ചായ, വെറും ചായ ഒന്നും കുടിച്ചില്ല, അതും കൂടെ കുടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഇഡലിയും പരിപ്പ് കറിയും കൂട്ടിയാണ് ഞാൻ കഴിച്ചത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ മുറ്റടിക്കാൻ വേണ്ടി പോയി. മുറ്റം ഒന്ന് അടിക്കാമെന്ന് ഓർത്ത് മുറ്റടിക്കാൻ വേണ്ടി പോയി. മുറ്റമെല്ലാം അടിച്ച് കഴിഞ്ഞപ്പോൾ മുഖമെല്ലാം കഴുകി വന്ന് മുടിയെല്ലാം ഒന്ന് ചീകി കെട്ടാമെന്ന് വിചാരിച്ച് അങ്ങനെ മുടിയെല്ലാം ചീകി കെട്ടി ഒരു പേരിൻ്റെ കുറച്ച് സിന്ദൂരൊക്കെ തൊട്ട് അങ്ങനെ അടുത്തത് ലിയമോള ഉറക്കണം എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ കടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇനി ഏകദേശം എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ. രാവിലത്തെയും ഉച്ചക്കത്തെയും എല്ലാം ഒതുങ്ങി തൂത്തെല്ലാം വാരി കഴിഞ്ഞ്. അപ്പോൾ ഇനി ലിയമോള ഉറക്കണം. എന്നിട്ട് രാവിലെ എഴുന്നേറ്റത് കൊണ്ട് ഞാനും കുറച്ച് കിടക്കും കേട്ടോ. അങ്ങനെ ലിയമോള ഞാൻ ഉറക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനും ഇച്ചിരി കിടക്കാണ്. ഞാനും അവളെ സൈഡിൽ തല വെച്ച് ഞാൻ കിടക്കാണ് കേട്ടോ. അതും കഴിഞ്ഞ് ഉറങ്ങത്തൊന്നുമില്ല, പക്ഷേ ഒന്ന് കിടക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവൾ എഴുന്നേൽക്കുമ്പോൾ ഏകദേശം ഒരു 10-12 ആവും. ചില ദിവസങ്ങളിൽ നന്നായിട്ട് ലേറ്റാവും, ചില ദിവസങ്ങളിൽ വേഗം തന്നെ എഴുന്നേൽക്കും കേട്ടോ. അങ്ങനെ ഞാനും അവളെ കൂടെ ഇങ്ങനെ കിടക്കുകയാണ്. ഞാൻ മാറിപ്പോകത്തൊന്നുമില്ല, കാരണം ഇപ്പം തൊട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങാൻ ശ്രമിക്കും, ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, ഇഴയാൻ വേണ്ടി ഇഴഞ്ഞു തുടങ്ങി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവളുടെ കൂടെ ഇരിക്കുക കേട്ടോ. പിന്നെ ഞാൻ മാക്സിമം എല്ലാ ജോലിയും അതുകൊണ്ടാണ് ഒതുക്കി വെക്കുന്നത്, ലിയമോളെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ സമയമൊക്കെ വേഗം അങ്ങ് കഴിഞ്ഞു പോകുമല്ലോ. അപ്പോൾ മാക്സിമം ഞാൻ അവളെ കൂടെ തന്നെ ഇരിക്കാൻ നോക്കും. ഞാൻ ഇച്ചിരി കഴിഞ്ഞ് എനിക്ക് ഒരു 12 മണിയൊക്കെ ആയപ്പോൾ വിശന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചേ. അങ്ങനെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മീൻ വറുത്ത് വെക്കണം, അങ്ങനെ ആ മീനെല്ലാം ഒന്ന് വറുത്ത് കോരി വെച്ചേ. അങ്ങനെ സാമ്പാറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ രാവിലെ വെച്ച പറഞ്ഞില്ലേ, ആ സാമ്പാറും പിന്നെ മീൻ വറുത്തതും ചോറും പിന്നെന്തുവാ പപ്പടം ഉണ്ടായിരുന്നു. കഴുകാനുള്ള പാത്രങ്ങളെല്ലാം കഴുകി സിങ്ക് അങ്ങ് ക്ലീൻ ചെയ്ത് അങ്ങോട്ടെ. അതെല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു 1:30 ആയപ്പോൾ ഞാൻ ലിയമോക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് ഞാനിവിടെ ഇരുന്ന് കഴിച്ച് ഏകദേശം 2:30 ആയപ്പോൾ ഞങ്ങൾ കിടക്കുകയുണ്ടായിരുന്നേ. അങ്ങനെ കിടന്ന് ഉറങ്ങിയൊക്കെ എഴുന്നേറ്റ് അപ്പോഴേക്കും ലിയമോളെ ചേച്ചി സ്കൂൾ വിട്ട് വന്നിരുന്നു. അങ്ങനെ അവളെ കൂടെ കളിക്കുക കേട്ടോ. കഴിഞ്ഞ് കുറച്ച് സമയം ഞാനിങ്ങനെ ലിയമോളെ എടുത്ത് മുകളിലും പറമ്പിലെല്ലാം ജസ്റ്റ് ഒന്ന് നടന്നിരുന്നേ. അപ്പോൾ അപ്പുറത്തെ പറമ്പിൽ എന്താ മറ്റേ തേക്കൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം വെട്ടിക്കളഞ്ഞു. അങ്ങനെ എല്ലാം പോയാച്ച്. അപ്പോൾ അതെല്ലാം നോക്കിയിരിക്കുകയാണ്. അങ്ങനെ വൈകിട്ടായതുകൊണ്ട് തന്നെ മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഞാൻ കുളിക്കാൻ വേണ്ടി ഡ്രസ്സെല്ലാം എടുത്തിട്ടാണ് താഴോട്ട് ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ വൈകിട്ട് ദേഹം കഴുകി ഇങ്ങ് കയറാമെന്നോർത്ത് അങ്ങനെ എനിക്ക് കുളിച്ച് കാണാം. അങ്ങനെ ദേഹമെല്ലാം കഴുകി ഞാൻ വന്നിട്ടുണ്ടേ. മിതു ഇന്ന് 2 ടയർ വാങ്ങാൻ പോയിരുന്നു അനിയന് വേണ്ടിയിട്ട്. അങ്ങനെ അതെന്തോ നോക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് കേട്ടോ, ഞാൻ വീഡിയോ ഓൺ ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ എന്തിനാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇന്ന് ഡേ ഇൻ മൈ ലൈഫാന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തത് ചായ വെക്കാൻ പോവാം. ഏകദേശം 5:30 ആയിട്ടുണ്ട്. ഇനി ചായ കുടിക്കണം. അങ്ങനെ കാപ്പിയെല്ലാം ഉണ്ടാക്കി കാപ്പി കുടിച്ചു. കാപ്പിക്ക് കൂട്ടാൻ വേണ്ടി മലബാർ സിന്ദൂരിയും പിന്നെ നമ്മളിവിടുന്ന് സംസാരിക്കട്ടോ. അപ്പോൾ
പിന്നെന്താ കായ വറുത്തതും പിന്നെ കേക്കും ഉണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം കൂട്ടി ചായ കുടിച്ച് കഴിഞ്ഞ് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്താലോ എന്ന് ഓർക്കാണ്. കാരണം ഇനിയും ലോങ് ആയാൽ എനിക്കിതിന്ന് അപ്ലോഡ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയി വരും വരെ ബൈ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായവും താഴെ രേഖപ്പെടുത്തണേ.